السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യ പത്തിൻ്റെ അവസാനത്തെ രാവിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിനങ്ങളിൽ പ്രത്യേകം റഹ്മത്ത് ചെയ്ത ആളുകളിൽ, റഹ്മത്ത് സ്വീകരിച്ചവരിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ കൃത്യമായി പങ്കാളിയാകുന്നവർ, ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവരെയും അള്ളാഹു ചേർക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ജന്നത്ത് നൽകട്ടെ, നമ്മുടെ ദോഷങ്ങൾക്ക് മാപ്പ് നൽകട്ടെ, റമളാൻ അനുകൂലമായി നമുക്ക് സാക്ഷി പറയിപ്പിക്കട്ടെ, നമുക്ക് അള്ളാഹു നരകമോചനം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നിസ്കാരങ്ങൾ, തറാവിയഹ്, നമ്മുടെ നോമ്പ്, ഖുർആനോത്ത്, എല്ലാ നന്മകളും, നമ്മുടെ മജ്ലിസ്, നമ്മുടെ ക്ലാസ് എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ വളരെ വേറിട്ട പ്രധാനപ്പെട്ട ഭാഗമാണ് അവ്വലുഹു റഹ്മത്തുൻ, ആദ്യ ഭാഗത്തെ റഹ്മത്ത്. ആ റഹ്മത്തിന്റെ ആദ്യത്തെ 10ന്റെ അവസാനത്തെ രാവാണ്. നാളെ മഗ്രിബോടെ കയറി വരുന്നത് രണ്ടാമത്തെ 10 മൗഫിറത്തിന്റെ ആദ്യ രാവുമാണ്. അപ്പൊ റമളാനിന്റെ ആദ്യ 10ന്റെ റഹ്മത്തിന്റെ അവസാന രാവിൽ ഇന്ന് നമ്മളുടെ പ്രത്യേകമായ റഹ്മത്ത് വേട്ടം വലിയ പ്രധാനപ്പെട്ടതാണ്. വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം ഇന്നത്തെ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുന്ന പ്രത്യേകമായ ദുആകളിൽ, നമ്മുടെ മജ്ലിസുകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ, തവക്കുൽ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തും. അള്ളാഹുവിന്റെ മുന്നിൽ വിജയം പ്രാപിച്ച ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രേഖപ്പെടുത്തും. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ, അള്ളാഹുവിനോട് വളരെ അടുത്ത ആളുകളുണ്ടല്ലോ, ഖാലിഖിനോട് വളരെ അടുത്ത മഖ്ലൂക്കുകളിൽ അള്ളാഹു നമ്മളെ ചേർക്കുന്നതാണ്. ഒരുപാട് നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അതിന് പ്രത്യേകം ഇന്നത്തെ ദുആ നമ്മൾ പ്രത്യേകം ചെയ്യണം. അത് പ്രത്യേകം നമ്മൾ ഇന്ന് ചോദിക്കേണ്ട ദുആയാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലി എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യർസുഖുഹുല്ലാഹു തആല ഖൈറ ഇദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ ഖൈറുകളും അള്ളാഹു കൊടുക്കും അത്രേ ഇന്നത്തെ തറാവീഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂലി മുഴുവനും നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ദുആയിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. എൻ്റെ കൂടെ എല്ലാവരും ഒന്നിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽനീ മിനൽ മുതവക്കിലീന അലൈക വജഅൽനീ മിനൽ ഫായിസീന ലദൈക വജഅൽനീ മിനൽ മുഖറബീന ഇലൈക ബിഇഹ്സാനിക യാ ഗായത്തൽ ത്വാലിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആ മജ്ലിസിലേക്ക് നമുക്ക് കിടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത്, ഇനി നമുക്ക് ചെയ്യാനുള്ള ദുആ അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആയാണ്. ഇന്ന് പ്രത്യേകിച്ച് റഹ്മത്തിന്റെ അവസാനത്തെ 10ന്റെ രാവാണ്. ഇന്ന് വിട പറഞ്ഞാൽ റഹ്മത്തിന്റെ 10 വിട പറയും. അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് വളരെ മനസ്സ്, കൽബ് തുറന്നുകൊണ്ടാണ്. അതിൽ അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മു മുന്നിൽ വെച്ചുകൊണ്ട്, ആ ഇസ്മു വെച്ചുകൊണ്ട് ചോദിക്കുക, അല്ലാഹുവേ എനിക്ക് റഹ്മത്ത് ചെയ്യണേ എന്നുള്ള തേട്ടമാണ് ആ തേട്ടം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചോദിക്കണം. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് പ്രത്യേകം വീതിച്ചു കൊടുക്കുന്ന അവസാനത്തെ രാവാകുമ്പോൾ നമുക്കൂടെ അത് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ റഹ്മത്ത് എനിക്ക് വേണം അല്ലാഹ് എന്നുള്ള തേട്ടം കൽബിൽ വേണം. ആ തേട്ടത്തോടു കൂടെ എൻ്റെ കൂടെ ചോദിക്കാം. എല്ലാവരും ഒരുമിച്ച് ഈ ദിക്റിൽ പങ്കാളിയാവും. അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ,
اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ഇതിലൊക്കെ ഉമ്മമാരൊക്കെ പങ്കെടുക്കണം. ഈ ദിക്ർ ദുആയിലൊക്കെ ഖുർആനിന്റെ സൂറത്തുകൾ ഓതുമ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഈ പീരീഡിന്റെ ടൈമിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി ദുആയിലൊക്കെ സജീവമാകണം. പലരും ചൊല്ലാൻ പറ്റുമോ, ഇത് പുണ്യമുള്ളതല്ലേ എന്ന് മാറി നിൽക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ല. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിറു ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. യാ അലീം യാ അലീം യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിറു ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അലീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാഹ് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതമടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹറുണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافوها ككمي إن كان منك لك
تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي نن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي نن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും വേറിട്ടൊരു ഇസ്മാണ്. അതായത് പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10കളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ആദ്യത്തെ 10 അവ്വലുഹു റഹ്മത്തുൻ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തിന്റെ 10ആണ്. അപ്പൊ ഒരുപാട് ചോദിക്കേണ്ടതും അള്ളാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ്. ആ ചോദ്യവുമായി അള്ളാഹുവിന്റെ റഹ്മത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാൻ ഈ ഇസ്മ ചൊല്ലുന്ന അല്ലെങ്കിൽ പറയുന്നവർക്ക് പ്രത്യേകം പോലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതാണ് യാ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി വിളിക്കുന്ന തേടുന്ന തേട്ടമാണ്. അതിനോടുകൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുകൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ആ ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. ആത്മാർത്ഥമായി എനിക്ക് റഹ്മത്ത് വേണം എന്നുള്ള തേട്ടം ഈ അസ്മാ പറയുന്നതിൽ നമ്മുടെ കൽബിൽ ഉണ്ടാകണം. എൻ്റെ കൂടെ എല്ലാവരും പറയണം. യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഇസ്മ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, അവന്റെ റഹ്മത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി റമദാനിൽ ഉടനീളം നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. പ്രത്യേകം പൊറുക്കണേ, പാപമോചനം നൽകണേ എന്നുള്ള തേട്ടമാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ ഏതൊരു കാര്യമാണോ നമുക്ക് നേടിയെടുക്കാനുള്ളത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അള്ളാഹിന്റെ ഇസ്മ പറഞ്ഞു പ്രത്യേകം ദുആ ചെയ്യൽ പുണ്യമാണ്, ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ തിന്മകൾ കരിഞ്ഞു പോകാൻ അള്ളാഹുവിന്റെ ഗഫാർ യാ ഗഫാർ യാ അല്ലാഹ്, ഏറ്റവും പാപങ്ങൾ പൊറുക്കുന്നവനെ എന്നുള്ള ആ ഒരു വിളിയാളം, ആ ഒരു ഇസ്മ, അത് വല്ലാത്ത പവറാണ്. അതും പരിശുദ്ധമായ കലിമത്ത് തൗഹീദും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇസ്മ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. യാ ഗഫാർ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ഗഫാർ യാ അല്ലാഹ്
لا إله إلا الله يا غفار يا الله لا إله إلا الله. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭമെന്ന്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്കുകൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ 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 മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹ്. ഇനി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനും പരിശുദ്ധ തറാവീഹും നോമ്പ് തുറക്കലും നോമ്പ് തുറപ്പിക്കലും എല്ലാ അമലുകളും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാരാ? പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റമളാൻ നമുക്ക് കിട്ടാൻ കാരണം പുണ്യ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിന് ഈസാ നബിക്ക് റമളാൻ ഇല്ല, മൂസാ നബിക്ക് ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ കൂടെ പുണ്യ റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂടെ പുണ്യ നബിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയത്. ലൈലത്തുൽ ഖദർ, ഖുർആൻ ഒരു ഉമ്മത്തിനും അള്ളാഹു കൊടുത്തില്ല, ഈ ഉമ്മത്തിനാണ് നൽകിയത്. കാരണം ലീഡർ പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തെ ഓർക്കാതെ, അവിടുത്തെ സ്വലാത്തില്ലാതെ ഒരു മജ്‌ലിസും ഇല്ല, നമുക്ക് ഒന്നും വിജയിക്കില്ല. അതുകൊണ്ട് പരിപൂർണമായി ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് തീർച്ചയായും സ്വലാത്തുകൾ കൂടെയാണ്. ആത്മാർത്ഥമായി ബറക്കത്തിന് വേണ്ടി കുറച്ച് സ്വലാത്ത് നമുക്ക് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق
بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل على النور واهله 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 صلى الله على سيدنا محمد والآل والأصحاب سلم 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. റഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, പടച്ചവനെ അല്ലാഹുവേ, റമളാൻ മാസത്തിന്റെ പരിശുദ്ധമായ ആദ്യത്തെ റഹ്മത്തിന്റെ 10 അവസാനത്തെ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ കരുണ ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ജന്നത്ത് വാങ്ങുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്‌ലിസിൽ വന്നിരിക്കുമ്പോ ഞങ്ങളുടെ എല്ലാ മാനസങ്ങളിൽ ഒരുപാട് മുറാദുകളുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞവരിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ. നിങ്ങളുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവര്, മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര് എല്ലാവർക്കും നീ കൂലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസിന്റെ ത്വാഅത്തിലാക്കി നൽകണേ റബ്ബേ. ജോലിയില്ലാത്ത, വീടില്ലാത്ത, മക്കളില്ലാത്ത റബ്ബേ, കുടുംബത്തിൽ സന്തോഷമില്ലാത്തവർ അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങൾ, ചെറുതും വലുതുമായ പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങളുള്ളവരാണ് ഞങ്ങളുടെ മജ്‌ലിസിൽ ഒരുപാട് കാരണവന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അല്ലാഹുവേ നീ രോഗശമനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാനിന്റെ പരിശുദ്ധമായ റഹ്മത്തുൻ ആദ്യ ഭാഗം റഹ്മത്താണെന്ന് പറഞ്ഞതിന്റെ അവസാനത്തെ രാവാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് സ്വീകരിച്ചവരിൽ ഞങ്ങൾ പെടുത്തണേ അല്ലാഹ്. റബ്ബേ, നിന്റെ റഹ്മത്തില്ലാതെ ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിന്റെ റഹ്മത്ത്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനേ അല്ലാഹുവേ, നിന്റെ സഹായം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭരണകർത്താക്കൾക്ക്, ഭരണീയരായ പടച്ചവനെ മുഴുവൻ ആളുകളോടും നിനക്ക് അല്ലാഹുവേ അവർക്ക് നീ കൃപയും സ്നേഹവും ഇട്ടുകൊടുക്കണേ അല്ലാഹുവിന്റെ ഖൽബിൽ. അല്ലാഹുവേ, എല്ലാവിധ ആഫാത്ത്, മുസീബാത്തുകൾ, അപകടങ്ങൾ, അപകട മരണങ്ങൾ എല്ലാറ്റിനെ തൊട്ടും നീ കാവൽ തരണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരവും, ഞങ്ങളുടെ നോമ്പും, ഞങ്ങളുടെ തറാവിയും, ഞങ്ങളുടെ ഖുർആൻ ഓത്തും, നോമ്പ് തുറക്കലും തുറപ്പിക്കലും പടച്ചവനെ, ഇതിന്റെ എല്ലാം തിരക്കിനിടയിൽ ഞങ്ങളുടെ മജ്‌ലിസിൽ ക്ലാസ് കേൾക്കാൻ ഓടി വരുന്നവര്, അല്ലാഹുവേ മജ്‌ലിസിലൊന്ന് ആമീൻ പറയാൻ വേണ്ടി ഓടി വരുന്നവര് ആരെല്ലാമാണെന്ന് നിനക്കറിയാലോ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വേണ്ടപ്പെട്ട മരിച്ചുപോയവരടക്കം മുഴുവൻ മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവര് സ്വർഗാവകാശിയാക്കണേ റബ്ബേ. പടച്ചവരെ, നല്ല നല്ല ഉദ്ദേശങ്ങൾ ദുആയിൽ പ്രത്യേകം ചേർക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഒരുപാട് പേര് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മുറാദ് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും എടുത്തു പറയാൻ സാധിക്കില്ല. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈറും സമാധാനവും സന്തോഷവും നൽകണേ റബ്ബേ. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, അവസാനം കെലിമകൾ ചൊല്ലി മരിക്കാൻ ഞങ്ങളുടെ നാവുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات.
اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمنا برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.